ഇപ്പം താങ്കൾ ഒരു വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടിരുന്നു പോലീസുകാർക്കെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട്. ഈ താങ്കളുടെ ഈ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഒരു ഭാഗമായിട്ടാണത്. കുറെ പരാതികൾ ലഭിച്ചോ താങ്കൾക്ക്? ഒരുപാട് പരാതികൾ ലഭിച്ചു. ഞാനിപ്പോ പോസ്റ്റ് ഇടുന്നുണ്ട്. ആ വാട്സാപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു. വാട്സാപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു? ഹാക്ക് ചെയ്യപ്പെട്ടു. ഞങ്ങളിപ്പോ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പരാജയപ്പെട്ട് ഇപ്പൊ നെഗറ്റീവ് എന്താ പറയാ ഒപ്പീനിയൻ കൊടുത്തിട്ട് വാട്സാപ്പ് ആ നമ്പർ ഇപ്പോ സ്റ്റോപ്പ് ചെയ്തതാണോ ഇവരുടെ സൈബർ വിങ് ഹാക്ക് ചെയ്താണോ എന്നറിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളിപ്പോ പോസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ പരസ്യപ്പെടുത്തിയ നമ്പർ, വാട്സാപ്പ് നമ്പർ അത് ഹാക്ക് ചെയ്യപ്പെട്ടു. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഫേസ്ബുക്കിൽ. യു ക്യാൻ സീ ഇറ്റ്. വളരെ ഗുരുതരമായ ഒരു വിഷയമല്ലേ? ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA ആളുകൾക്ക് പൊതുസമൂഹത്തിന് പരാതി പറയാൻ നൽകിയ ഒരു നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു. അതെ, അതിപ്പോ പോസ്റ്റ് ചെയ്യാം. അതിന് തെളിവടക്കം. ഇതാണ് ശേഷം. ഇതിപ്പോ എന്നാണ് താങ്കൾ ഇത് ഹാക്ക് ചെയ്തു എന്ന് അറിഞ്ഞത്? എന്നാണ്? ഇന്നാണോ? അല്ല, ഇന്നാണ്. നമ്മൾ ആ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടേ ഇരിക്കായിരുന്നു. അതിന് സിസ്റ്റം സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നോക്കുന്നത് ഞാൻ പറഞ്ഞ ഈ ക്രിമിനൽ സ്വഭാവം, ഇവരുടെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആരെങ്കിലും വല്ല മെസ്സേജ് നൽകുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം അതിനപ്പുറം എന്താ പറയാ ഹെൽമെറ്റ് പിടിച്ച കേസ് തൊട്ടിട്ട് എല്ലാ കേസുകളും അതൊന്നും നമ്മുടെ ഭാഗമേ അല്ല. അതിനൊക്കെ ഒരു സിസ്റ്റം പോലീസുണ്ട്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വല്ല തെളിവുകളും പരാതികളും തരാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതാണ് ഇപ്പോ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഹാക്ക് ചെയ്തോ അതോ ചോർത്തിയോ? താങ്കൾക്ക് എന്താണ് സംശയം? അല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല വാട്സാപ്പ്. ഇപ്പോ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതെ. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം ഇപ്പൊ ഈ പറയുന്നവരൊക്കെ അല്ലാതെ വേറെ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഇത് ഹാക്ക് ചെയ്യാൻ പറയില്ലല്ലോ. ഈ അജിത് കുമാറും ടീമല്ല അത് ആരോഗ്യം ചെയ്യുക. ആർക്കും അതിന് ധൈര്യം വരിക? അതിനനുസരിച്ച് പണി അവരെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രതീക്ഷ തന്നെ നമ്മൾ നിൽക്കുന്നത്. അതായത് താങ്കൾ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം തുടരുമ്പോൾ ആ പോരാട്ടം തടസ്സപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. അല്ല, തടസ്സപ്പെടുത്തട്ടെ, അത് സ്വാഭാവികല്ലേ. അവരവരുടെ വഴി നോക്കൂലേ. ഞാൻ ചെറിയ കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. ഇവരൊക്കെ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ വഴിയും അവർ നോക്കൂലേ. ഞാൻ ചോദിക്കട്ടെ, ശരി, വളരെയധികം നന്ദി. താങ്ക് യു.